ഡയബറ്റീസിനെ എപ്പോഴാണ് ഭയക്കേണ്ടത്? ഡോക്ടർ സേസ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ സിംറ്റംസ്, കൺട്രോൾ യുവർ ഷുഗർ ബിഫോർ ഇറ്റ് കൺട്രോൾസ് യു. ഞാൻ ഡോക്ടർ അനുപ, ചീഫ് ഫിസിഷ്യൻ, ഇതിഹാസ് ആയുർവേദ. ഡയബറ്റീസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഭയപ്പെടേണ്ടതില്ല. ഡയറ്റ്, എക്സസൈസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പീരിയോഡിക് ചെക്കപ്സ് ഇവയിൽ കൃത്യത പാലിക്കുന്ന ഒരാൾക്ക് ദീർഘകാലം ആരോഗ്യത്തോടെ നോർമൽ ലൈഫ് തന്നെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഹൈ ബ്ലഡ് ഷുഗറിനെ ദീർഘകാലം കൺട്രോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ശരീരത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഒരു മെറ്റൽ പൈപ്പാണെന്ന് കരുതുക. നോർമൽ വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആ വാട്ടറിൽ അല്പം കെമിക്കൽസ് ആൻഡ് സോൾട്ട് ഉണ്ടെങ്കിൽ കാലാന്തരത്തിൽ അതിൻ്റെ ഇന്നർ ലൈനിങ്ങിന്, ആ പൈപ്പിൻ്റെ ഇന്നർ ലൈനിങ്ങിന് അത് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ സംഭവിക്കുന്നത്. ദീർഘകാലം ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ഒരാളുടെ ബ്ലഡ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇന്നർ ലൈനിങ്ങിൽ ഇൻഫ്ലമേഷൻ ആൻഡ് സ്റ്റിഫ്നെസ് അതുണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക്, അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് വേണ്ട ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ലഭിക്കാതെ വരുന്നു. ഇത് കണ്ണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന കണ്ടീഷനിലേക്കും, കിഡ്നീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന കണ്ടീഷനിലേക്ക് നയിക്കുന്നു. കൂടാതെ നെർവ് ഡാമേജസ്, വൂണ്ട് ഹീൽ ചെയ്യാനുള്ള പ്രയാസം, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നീ സാധ്യതകളെ അധികമാക്കുകയും ചെയ്യുന്നു. പ്രമേഹ ചികിത്സയെക്കുറിച്ച് കൃത്യമായി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ വെൽബീയിങ്ങിനും വേണ്ടി എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പേറ്റന്റ് ആയുർവേദിക് ഫോർമുലേഷനാണ് ഡീസോൾ. പ്രമേഹ സംബന്ധമായ ട്രീറ്റ്മെൻറ്റിനും ഡീറ്റെയിൽസിനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റേ ഹെൽത്തി, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും.